നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. മേപ്പയൂർ കീഴ്പയ്യൂർ ശ്രീ അയ്യപ്പക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കീഴ്പയ്യൂർ ജമാഅത്തെ മദ്രസ അങ്കണത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ജമാ മസ്ജിദ് ഇമാം റംഷാദ് ദാരിമി റംസാൻ സന്ദേശം നൽകി. മേപ്പയൂരിന് സമീപം കീഴ്പയ്യൂർ ജുമാഅത്ത് പള്ളി അങ്കണത്തിൽ ഇഫ്താർ സൗഹൃദ സംഗമമൊരുക്കി കീഴ്പയ്യൂർ ശ്രീ അയ്യപ്പക്ഷേത്ര കമ്മിറ്റിയും പള്ളി കമ്മിറ്റിയും വ്രതാനുഷ്ഠാനത്തിൻ്റെ പവിത്രതയിൽ പരസ്പര സൗഹൃദത്തിൻ്റെ ധന്യമുഹൂർത്തം എന്ന സന്ദേശമുയർത്തി മതസൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ചരിത്രത്താളുകളിൽ എന്നും ഇടം പിടിച്ചു നിൽക്കുന്ന കീഴ്പയ്യൂർ ഗ്രാമത്തിൻ്റെ പാരമ്പര്യം നിലനിർത്തുന്നതിനുമായിട്ടാണ് ശ്രീ അയ്യപ്പക്ഷേത്ര കമ്മിറ്റി ഇഫ്താർ സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ക്ഷേത്രം പ്രസിഡന്റ് PM ശശി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കീഴ്പയ്യൂർ ജുമാ മസ്ജിദ് ഇമാം റംഷാദ് ദാരിമി റംസാൻ സന്ദേശം നൽകി. സംഘടിപ്പിച്ചതായ ഇഫ്താർ വിരുന്നിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമുക്കറിയാം, മനുഷ്യനാവുക എന്നതാണ് ഒരു നല്ല മനുഷ്യനായി തീർക്കുക, അല്ലെങ്കിൽ ഒരാളെ ഒരു നല്ല വ്യക്തിയായി മാറ്റുക എന്നതാണ് ഏതൊരു മതത്തിന്റെയും ഏതൊരു ഇസത്തിന്റെയും അടിസ്ഥാന ലക്ഷ്യം എന്നുള്ളത്. മതങ്ങളും ഇസങ്ങളും ആശയങ്ങളും ഒക്കെ തന്നെ മുന്നോട്ട് വെക്കുന്നതായ ഒരു ഐഡിയോളജി ഒരു വ്യക്തിയെ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റുക, അതിനു വേണ്ടുന്നതായ നിയമങ്ങളും നിർദ്ദേശങ്ങളും ചട്ടങ്ങളും മര്യാദകളും ഒക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ആ ഒരു രീതിയിലൂടെ മനുഷ്യനെ നല്ല വ്യക്തിയാക്കി മാറ്റുക, അതാണ് ഏതൊരു മതത്തിന്റെയും ലക്ഷ്യം. നമുക്കറിയാം, ലോകത്ത് നാനാജാതി മതങ്ങളുണ്ട്, ജാതികളുണ്ട്, വർഗങ്ങളുണ്ട്, വിഭാഗങ്ങളുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് ജീവിക്കുക അവന് അത്യന്താപേക്ഷികമല്ല. ഒറ്റയ്ക്ക് ജീവിക്കാൻ ഒരാൾക്കും തന്നെ കഴിയുകയില്ല. ഏതൊരു ഘട്ടത്തിലും ഏതൊരു സാഹചര്യത്തിലും അവന് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടതായി വരുന്നു. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ താൻ വിശ്വസിക്കുന്നത് അല്ലെ തന്റെ ഐഡിയോളജിയിൽ മാത്രമുള്ള ആളുകളോടൊപ്പം മാത്രമേ ഒത്തുചേരൂ എന്നുള്ളത് എന്നത് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരുമായിട്ടുള്ള ഒരു ബന്ധം നമ്മൾ എപ്പോഴും പുലർത്തണം. നമുക്കറിയാം, ഇന്ന് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന എല്ലാവരും ഈ ഒരു കൂട്ടായ്മ നമ്മുടെ നാടിന്റെ ഒരു മുഖമുദ്രയാവണം. നാട്ടിന്റെ വ്യത്യസ്തങ്ങളായ, നമുക്കറിയാം, വിദ്യാഭ്യാസപരമായും ആരോഗ്യപരമായും മറ്റുള്ള എല്ലാ മേഖലകളിലും നമ്മൾ ഈ ഒരു കൂട്ടായ്മ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ ഒത്തൊരുമിച്ച് എന്നാൽ ഈ ഒരു നാടിനെ, കീഴ്പയ്യൂർ എന്ന നാടിനെ വലിയൊരു ഉന്നതിയിലേക്ക് എത്തിച്ചേരും. ക്ഷേത്ര ഭാരവാഹികളും പള്ളി ഭാരവാഹികളും കൂടാതെ നിരവധി പേർ കൂട്ടായ്മയിൽ പങ്കെടുത്തു. എടയിലാട്ട് ഉണ്ണികൃഷ്ണൻ, M പക്രൻ ഹാജി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.